ബാജൂരിയുടെ ഫത്വ ഉണ്ട് എന്നാണ്. ബാജൂരി നേർച്ച ഒരാൾ വിചാരിച്ച് കൊണ്ടോട്ടിക്ക് അടുത്തുള്ള സ്ഥലമാണ്, അങ്ങനൊക്കെ വിചാരിച്ചിരുന്നു. ബാജൂരി എന്ന് പറയുന്ന അക്കാലത്തെ ഒരു പണ്ഡിതൻ, മൂപ്പര് മിസ്റിലുള്ള ആളാണ്. മൂപ്പർക്ക് കൊണ്ടോട്ടി അറിയില്ല, മുഹമ്മദ് ഷാ തങ്ങളെ അറിയില്ല. മൂപ്പരോട് ഇവിടെയുള്ള ചില വ്യാജ ഉലമാക്കൾ കത്തെഴുതിയിട്ട് അങ്ങോട്ട് അറിയിക്കുകയാണ്. എന്ത്? ഞങ്ങളെ നാട്ടിൽ ഇങ്ങനൊരാളുണ്ട്, ആ ആള് നിസ്കരിക്കൂല, ആ ആള് കള്ളു കുടിക്കും, ആ ആളെ എല്ലാവരും വിളിക്കുന്നത് യാ മഅബൂദ് എന്നാണ്. ഇങ്ങനെ കുറേ വിശേഷണം എഴുതിയിട്ട് ബാജൂരിക്ക് കത്തെഴുതാണ്. ഇതെല്ലാം നോക്കിയിട്ട് മൂപ്പര് പറഞ്ഞു, ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരാളെ എന്തായാലും തുടരാൻ പറ്റൂല. അത് നിങ്ങൾ മിസ്ർക്ക് കത്തയക്കണോ? കുരുവട്ടൂർ കയറ്റി ഞങ്ങൾ പറഞ്ഞുതരാലോ, ഫത്വ കൊടുക്കണ എങ്ങനെയെന്ന് ഞങ്ങൾ പഠിപ്പിച്ചുതരാം. എന്താ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടരെ? എന്നിട്ട് അത് തെളിവും ഏത് ഇവരെ ചോദ്യത്തിൽ പറഞ്ഞ വിശേഷണ ഇവൻ തെളിവായി ഉദ്ധരിക്കണേ. ചോദ്യത്തിൽ ആരാ എഴുതിയത്? ബന്റെ മൂത്താപ്പാര്, ബന്റെ പൂർവികരായ വ്യാജപരമായി കച്ചകെട്ടി ഉണ്ടാക്കിയ വാചകങ്ങളാണ് കൊണ്ടോട്ടി ശൈഖ് അവർക്കെതിരെ കൊണ്ടുവരുന്നത് തന്നെ. പക്ഷെ അവിടെ ഒറ്റ ഗുണയിലുണ്ട്. എന്താ അറിയോ? ബാജൂരിയോട് ചോദിച്ചത് മുഹമ്മദ് ഷാ തങ്ങളെ കുറിച്ച് തന്നെ. കാരണം എന്താ? അതിൽ പറയുന്നുണ്ട്, ഞങ്ങളെ നാട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഇസ്മുഹു ഇഷ്തിയാഖ് ഷാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ടത് ഇഷ്തിയാഖ് ഷാ മാത്രമല്ല, അതിൽ വലിയ ആള് മുഹമ്മദ് ഷാ എന്ന പേരിലാണ്. അങ്ങനെയുള്ളതാ ഞങ്ങൾക്ക് ആവശ്യം, അങ്ങനെയുള്ളതിനെ പരിഗണിക്കേണ്ടിയുള്ളൂ. ഫക്കീർ എന്ന് പറഞ്ഞാൽ പോലെ ഇവ ഒന്നും മനസ്സിലാക്കൂലല്ലോ. ഫക്കീർ എന്ന് പറഞ്ഞാൽ തന്നെ യുത്ലഖു അലാ കുല്ലി സൂഫിയിന്ന, ഏത് മഹാനെക്കുറിച്ചും ഫക്കീർ എന്നറിയാം. ഷഹറാൻ ഇമാമിന്റെ കിതാബ് തുടങ്ങൽ തന്നെ യഖൂൽ അൽ ഫഖീറുൽ ഹഖീർ അബ്ദുൽ വഹാബ് ഷഹറാനി എന്നാണ്. പോട്ടെ, വൈലത്തൂർ ബാവുലേരെ കിതാബിന്റെ ആദ്യത്തൊക്കെ അതിലുണ്ടാവും അൽ ഫഖീർ അബൂ മുഹമ്മദുൽ വൈലത്തൂരി എന്നുണ്ടാവും. അപ്പൊ അത് പൊതുവെ എല്ലാവർക്കും പറയുന്ന പേരാണ്. അൽ ഫഖീറു ഇലല്ലാഹ് എന്നതിന്റെ അർത്ഥം അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആള്. അത് കൊണ്ടോട്ടിയിൽ മാത്രം പറയുന്നതല്ല, കൊണ്ടോട്ടിയിൽ തന്നെ ഒരുപാട് ഫക്കീറുകളുണ്ട്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയായി പറയുന്നത്. അന്ന് എത്ര ഫക്കീർ അവിടെ ഉണ്ടായിണ്ടാവും, ഏതെല്ലാം ഔലിയാക്കൾ ഉണ്ടായിണ്ടാവും. ഔലിയാക്കളെ പേരിൽ വന്ന ഇവന്മാരെ പോലുള്ളവരുണ്ടാവും. ഞാനാണ് ശൈഖറിന് ഇന്റർനാഷണൽ ദായിയെ പോലുള്ളവരും അക്കാലത്തുണ്ടാവും. പേര് ഫക്കീറു ഹക്കീർ എന്നൊക്കെ പറയും. ആള് കടുത്ത വഞ്ചകന് പോവും, അങ്ങനെയുണ്ടാവും. ഇതൊക്കെ കാര്യങ്ങൾ വ്യക്തല്ലേ. അപ്പോ ബാജൂരിയുടെ വിഷയം പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. വാളക്കുളം പറഞ്ഞോട്ടെ. ചോദ്യവും അതിന് മഹാന്മാരായ ഇമാം ബാജൂരി തങ്ങളടക്കമുള്ള ഈജിപ്തിലെ അൽ അസ്ഹറിലെ പണ്ഡിതന്മാരും മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാരും നൽകിയ ജവാബുകളും കോർത്തിണക്കി ശേഖരിച്ചു വെച്ച ഒരു ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവിനോട് വളരെ കൃത്യമായിട്ട് ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? ഞാനത് വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി തങ്ങളോട് ചോദ്യം. എന്താണ് ആ ചോദ്യം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. ഇങ്ങനെയാണോ ഫത്വ വരിക. അതായത് ബാജൂരിയോട് ചോദ്യം വരുമ്പോൾ ചോദ്യം ആദ്യം ഉണ്ടാവും, പിന്നെ ബാജൂരി അതിന്റെ മറുപടി പറയും. ഇങ്ങനെയൊക്കെ ഫത്വ വരിക. അതൊന്ന് മനസ്സിലാക്കിക്കണത് നല്ലതാണ്. ആ ബാക്കി പറയണം. വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. മാ ഖൗലു ഉലമാഇൽ മദാഹിബിൽ അർബഅത്തി മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ ഖുസൂസൻ ഖൗലു സയ്യിദിനാ വ മൗലാനൽ ആലിം അൽ അല്ലാമ വൽ ഹിബ്റുൽ ഫഹാമ فريد عصره ووحيد ظهره شيخ العلامة سيدنا ومولانا شيخ إبراهيم الباجوري متعنا الله بطول حياته ونفعنا بعلومه وبركاته آمين. അപ്പോൾ 4 മദ്ഹബിലെയും പണ്ഡിതന്മാർ അതുപോലെ തസവുഫിന്റെ ഉലമാക്കൾ അവരുടെയൊക്കെ അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ച് മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം അൽ ബാജൂരി ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആരെക്കുറിച്ച് ചോദിക്കുന്നത്? ഫീ ത്വരീഖത്തി ഷെയ്ഖിൻ മിൻ ഇഖ്ലീമി മലൈബാർ ഫീ ബലദത്തി കുന്തോത്തി ഇസ്മുഹു ഇഷ്തിയാഖ് ഷാ. ഇഷ്തിയാഖ് ഷാ എന്ന കൊണ്ടോട്ടിക്കാരനായ ഒരു കള്ള ഷെയ്ഖുണ്ട്, അയാളെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. എന്താണ്?
ആ ചോദ്യം കറക്റ്റാണ്. തെളിവ് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വായിക്കണം. എങ്ങനെ? ഇസ്മുഹു ഇസ്തിയാഖ് ഷാ. ആദ്യം പറഞ്ഞു മലൈബാറിൽ കുണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസ്തിയാഖ് ഷാ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവർക്ക് ഇന്നതാണുള്ളത് എന്ന് പറഞ്ഞാൽ ചോദ്യം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണെന്ത്? ചോദ്യം കുണ്ടോട്ടി മശായിഖന്മാരെ കുറിച്ചാണ്. അങ്ങനെ വരാത്ത കാലത്തോളം ഹസ്മിന് മുമ്പിൽ ദലീലായി കൊണ്ടുവരാൻ പാടില്ല. നിങ്ങളാ ശ്രദ്ധിക്കണ്ടേ. ഒരു എതിരാളിയോട് മുട്ടുമ്പോൾ വ്യക്തതയിലുള്ള തെളിവാ കൊണ്ടുവരണ്ടേ. പണ്ട് നമ്മളെ മസ്കത്ത് മുഖാമത്ത് പറഞ്ഞില്ലേ, ഫോട്ടോസ്റ്റാറ്റ് രേഖയല്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം എന്താ ബാജൂരിയുടെ വിഷയം? ബാജൂരി പിന്നെ മിസ്രിലിരിക്കുകയാണ്. മൂപ്പരെ കുറേ മധുഹൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടോട്ടിയിലെ ഇസ്തിയാഖ് ഷാ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, മൂപ്പര് ജുമാക്കും ജമാഅത്തിനും പോകല്ല എന്നാണ് ആദ്യം പറയുന്നത്. അത് കേൾപ്പിച്ചു കൊടുക്ക്. കൊടുത്തതിന് ശേഷം അദ്ദേഹം മുരീദന്മാരോട് അയാൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. അതിന് അയാളുടെ തെളിവെന്താണ്? മുഹ്തജം ബി സുജൂദിൽ മലായികത്തിൽ സയ്യിദ ആദം അലൈഹിസ്സലാം ലമ്മ അല്ലമഹുൽ അസ്മാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എല്ലാ അസ്മാവും പഠിപ്പിച്ചു കൊടുത്ത ശേഷം ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചല്ലോ. അതാണ് ഇവരുടെ തെളിവ്. അപ്പോ എന്താ ബാജൂരിക്ക് എഴുതുന്നത്? നിസ്കാരമൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, മുമ്പ് നിസ്കരിക്കൂല, ജുമാക്ക് പോകൂല. നിസ്കാരും ജമാഅത്തൊക്കെ നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുത്തതാണ് അമ്പിയാവുലിയാക്കന്മാരുടെ. അവർക്ക് പ്രത്യേകം നിസ്കാരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവരവിടെ വെച്ച് മാത്രമേ നിസ്കരിക്കൂ എന്നൊക്കെ ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി തങ്ങളെ ഫത്വൊക്കെ നമ്മൾ എത്രയോ വായിച്ചാണ്. ഞാൻ പൈലേക്ക് കിടക്കില്ല. പിന്നീട് പറയുന്നത് എന്താ? സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നു ആളുകളോട്. ധാരാ എഴുതുന്നത് അന്നത്തെ വ്യാജ ഉലമാ, ഓരോ വരികളാണത്. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മടവൂർ ശൈഖുനക്കെതിരെ പൊന്മളയിലെ മുസ്ലിയാര് വേറൊരു പണ്ഡിതന് കത്തെഴുതുകയാണ്. എന്താ ഇതിന്? ഈ പറഞ്ഞതൊക്കെ ഇതാണ്. അതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ എഴുതി സുജൂദ് കൊണ്ട് കൽപ്പിക്കുന്നു. പച്ചയായ നുണയാണ്. ആ ചോദ്യം തന്നെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് ആ കാലത്ത് ഈ ചർച്ചയുണ്ടായപ്പോൾ കൊണ്ടോട്ടിയുടെ ചരിത്രം പറയുന്ന ബുക്കിൽ കാണാം, ബഹുമാനപ്പെട്ട അന്നത്തെ പ്രധാനിയായ ഇസ്തിയാഖ് ഷാ തങ്ങൾ തന്നെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അന്നത്തെ ആലിമീങ്ങൾക്ക് കത്തെഴുതിയിട്ടുണ്ട്. ആ കത്തിൽ അവർ പറയുന്നുണ്ട്, ഒരിക്കലും ശൈഖിന് സുജൂദ് ചെയ്യുകയോ ചെയ്യണമെന്ന വാദമോ ഞങ്ങൾക്കില്ല. അവരല്ലേ അത് പറയേണ്ടത്. പിന്നെ എങ്ങനെ ചെയ്യാറുണ്ട്? ചിലർ വന്ന് കാല് പിടിച്ച് മുത്തും. അജ്മീറിൽ സുജൂദ് എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിക്ക് പ്രസംഗിച്ചെടുക്കണ്ടല്ലോ. അങ്ങനെ അജ്മീറിലേക്ക് കിടക്കുമ്പോൾ ഉമ്മരപ്പടി ഒന്ന് ചുംബിക്കും ചിലർ. ചുംബിക്കാരനെ കാലുകൊണ്ട് നടക്കൂലല്ലോ, അത് ഇങ്ങനെ നമ്മളെ മുഖം കൊണ്ട് തന്നെ ചെയ്യേണ്ട സംഭവമല്ലേ. അപ്പോഴേക്ക് സുജൂദായിപ്പോയി. ഇവരുടെ എന്തും ചുംബിക്കും ചെയ്യാം, അതൊന്നും സുജൂദാവില്ല. മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ഇളകിയ സുജൂദ് പച്ചക്കള്ളം പറഞ്ഞതാണ്. കൊണ്ടോട്ടിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. ബാജൂരിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ അതിൻ്റെ റൂട്ട് ഞങ്ങൾക്ക് ശരിക്കും വരച്ച് കാണിച്ചത് എങ്ങനെ ഇത് ഉണ്ടാക്കണ പോലെ. അന്നത്തുനിന്നൊക്കെ ഒരേ സാധനങ്ങളാണ്. ഇപ്പം നമ്മളൊക്കെ അംഗീകരിക്കുന്ന അഹ്ലുസുന്നയൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ് കണ്യാല ഉപ്പാപ്പ. കണ്യാല ഉപ്പാപ്പയെ സംബന്ധിച്ച് ഇക്കാലത്തെ വ്യാജ ശരീഅത്തിൻ്റെ വാക്താവും വ്യാജ ഉലമായിൽ പ്രധാനിയുമായ പൊന്മളക്കാരൻ മൗലവി പറയുന്നു, നിങ്ങൾ കേൾക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ സുജൂദ് നടക്കുന്നുണ്ട്. ഇവിടെ മൗലൻ്റെ അവിടെ നമ്മളൊക്കെ സിയാറത്ത് ചെയ്തതല്ലേ. ഇയാൾ പറയാ ഫുൾ ടൈം അവിടെ സുജൂദാണ്. എന്നിട്ട് ഇയാൾ രണ്ടാളെ പറഞ്ഞയച്ചോ നോക്കിയാലോ. സുജൂദ് ചെയ്യാൻ വേറെ ഇയാളെന്നെ പറഞ്ഞയച്ചുണ്ടാവും. അല്ലാതെ ഇവിടെ അത് മൈസറിയിലുള്ള സ്ഥലമൊന്നല്ലല്ലോ. അപ്പോൾ മൗലൻ്റെ അവിടെ സുജൂദ് നടക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ജനാസ എടുത്തപ്പോൾ മയ്യത്ത് കട്ടിലിൻ്റെ അടുത്ത് വന്നൊരു സുജൂദ് ചെയ്തു എന്നാണ്. പച്ച നോണ ചെങ്ങായി പറയുന്നേ. ഇതേ വ്യാജന്മാരാണ് അന്ന് ബാജൂരിക്ക് കത്തെഴുതുന്നത്. രണ്ടും സെയിം. എന്നിട്ട് ഓൻ കത്തിലെഴുതിയത് അബ്ബൻ്റെ തെളിവ്, പൊന്മണ്ടപ്പത്തെ തെളിവ് അന്നത്തെ പൊന്മള കത്തിലെഴുതിയത്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് അതിന് ബാജൂരി എന്താ പറയാ? ബാജൂരി ഇവിടെ ഒന്ന് അന്വേഷിക്കാൻ കഴിയുമോ? അന്ന് ഫ്ലൈറ്റ് ഉണ്ട് അവിടെ. ബാജൂരി ആ കത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതിലിത് മാത്രമല്ല, കള്ളിനെ ഹലാലാക്കി, നിക്കാഹില്ല എന്ന് പറഞ്ഞു, യാ മഅബൂദ് എന്നാണ് വിളിക്കൽ എന്നെ.
ആരാധിക്കപ്പെടുന്ന നേതാവ് എന്നാണ് വിളിക്കൽ തന്നെ. ഇതെല്ലാം കൂടി കേട്ട് ബാജൂരി ഇമാമിനാകെ തല കറങ്ങി മൂപ്പര് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്തായാലും പോകാൻ പാടില്ല. അത് നമ്മളും പറയില്ലേ, മൂപ്പര് നിരപരാധിയാണ്, മൂപ്പര് നിരപരാധിയാണ്. ഇവര് എഴുതിയ കള്ളന്മാരാണ് ഇതിന് ഉത്തരവാദി. മൗലാ ഉപ്പാപ്പന്റെ അവിടെ സുജൂദ് പൊന്മള ഉണ്ടാക്കണുണ്ടോ നിങ്ങൾ? അവക്ക് മൂക്കും നെറ്റിത്തടും രണ്ട് കയ്യും കാലിന്റെ മുട്ടും കാലിന്റെ വിരലിന്റെ പള്ളിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ശരിയായ സുജൂദ് എങ്ങനെ കബർ പങ്കത്തിലാണ്. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് പടിഞ്ഞാട്ട് ഇങ്ങനെ ചെയ്യണമല്ലേ, ഇവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്ത് കേക്കോട്ട് അങ്ങോട്ട് ചെയ്യണമല്ലേ, കാലിന്റെ അപ്പുറത്ത് നിന്നിട്ട് വടക്കോട്ട് ഇങ്ങോട്ട് ചെയ്യണമല്ലേ, തലഭാഗത്ത് നിന്നിട്ട് കാലിന്റെ ഭാഗത്തേക്ക് തെക്കോട്ട് അങ്ങോട്ട് ചെയ്യണമല്ലേ, എല്ലാ നേരത്തോടും സുജൂദ്. ഇത് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. എന്നാ ഈ മൂല്യന്മാര് മുരീരന്മാര് എത്ര മൂല്യന്മാരുണ്ട്? അവരാരെങ്കിലും പറഞ്ഞോ ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല? മരണിക്കാന്ന് മാത്രല്ല, ഈ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചിന്തിക്കണം. മുഹമ്മദ് ഷാ തങ്ങളുടെ അതുപോലെ ഇഷ്തിയാക്ക് തങ്ങളെ കാലത്തുള്ള വ്യാജ ഉലമാ അവിടെ സുജൂദുണ്ട് എന്ന് പറയുന്നത് നേർക്കുനേരെ കാണാനുള്ള അവസരമാണ് ഇയാളിലൂടെ. മൗലന്റെ അവിടെ ചെന്ന് നോക്ക്, ഞങ്ങൾ സിയാറത്തിന് പോയിട്ടുണ്ട്, ഷെയ്ഖുനെ പറഞ്ഞയച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും സുജൂദ്. അവിടെ അങ്ങനെ സുജൂദ് ചെയ്യാനുള്ള സ്ഥലം തന്നെയല്ല. പോയി നോക്കി നിങ്ങൾ, എന്തെങ്കിലും അവിടെ സുജൂദ് നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരായിട്ട് ബന്ധപ്പെട്ട പലരും ഈ കീശേരി തന്നെ ഉണ്ടല്ലോ. പച്ചക്കളവല്ലേ, മഹലൻ കളവ്, വെള്ളം ചേർക്കാത്ത നുണ, കേദിബുൻ ഖാലിസ്. അതേ സംഭവമാണ് അന്നത്തെ വ്യാജ ഉലമാ കത്ത് ചെയ്തത്. നോക്കുങ്ങൾ ഒക്കെ ഒരേ സാധനങ്ങളാണ്. തന്നെ ഇബ്നു തൈമിയ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതന്നെയാണ് പൊന്മുളക്കാരൻ നമ്മളെ ഷെയ്ഖുനെ കുറിച്ച് പറഞ്ഞു. ഇതന്നെയാണ് കുറ്റ്യാടിക്കാരൻ ഷെയ്ഖുനെ കുറിച്ച് പറഞ്ഞില്ലേ. എന്ത് ജോൺസന്മാരെടുത്ത ആളെ പറഞ്ഞേക്കും. വല്ല സത്യമുണ്ടോ? ഒരു സത്യവുമില്ല. കച്ചവടത്തിന് പോയതാന്ന് പറഞ്ഞില്ലേ, പച്ച നുണയെന്ന് പറഞ്ഞ നമുക്ക് തന്നെ അറിയില്ലേ എവിടേക്കാ അത് പോണ്? ഈ നുണയാണ് അന്നും പറയുന്നത്. പക്ഷെ ആ ചോദ്യത്തിൽ പറഞ്ഞ ആള് കൊണ്ടോട്ട് ഷെയ്ഖുനെയാണെന്ന് മാത്രം. അത് അയാൾ ആ കത്ത് ഒന്നുകൂടി വായിക്കുന്നുണ്ട്, ആ പേര് ഒന്നുകൂടി പറയുന്നുണ്ട്. അതൊന്ന് വെച്ചുകൊടുക്ക്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഈ പറയപ്പെട്ട അഫ്താബ് ഷാ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ഈ ത്വരീഖത്ത് ഉണ്ടാക്കിയത്. ബൽഹിയ മഅഖൂലത്തുൻ മിൻ ശൈഖിഹി, പിന്നെ ഇഷ്തിയാഖ് ഷാ അല്ല, പിന്നെയോ അത് അദ്ദേഹത്തിന്റെ ഷെയ്ഖായ അഫ്താബ് ഷാ, അതുപോലെ തന്നെ ഷെയ്ഖിഹി മുഹമ്മദ് ഷാ, ആദ്യത്തെ ആളായ മുഹമ്മദ് ഷാ, ഇവരിൽ നിന്ന് ഇങ്ങനെ കൈമാറ്റം ചെയ്തു വന്ന കാര്യമാണ്. ഈ മുഹമ്മദ് ഷാ ആണെങ്കിലോ, അപ്പൊ ആ കത്ത് ഇങ്ങനെ ക്ലിയർ ഉള്ളത് കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. മുഹമ്മദ് ഷാ തങ്ങളെ പേര് അതിലുണ്ട്, ഇഷ്തിയാഖ് ഷാ തങ്ങളെ പേരുണ്ട്. പക്ഷെ അവരെ പേരിൽ നിങ്ങൾ ബാജൂരി അല്ല, 10-16 ആളെ പറയുന്നുണ്ട്. അങ്ങനെ എത്രയും ഉണ്ടാക്കാലോ. ഇവിടെ ഒരു കത്ത് ഉണ്ടാക്കിയൊക്കെ എല്ലാവർക്കും അയക്കുക. ഇതുപോലെ മക്കയിലെ പണ്ഡിതന്മാർക്ക് വഹാബി കത്ത് ചെയ്തു. ഞങ്ങളുടെ നാട്ടിൽ സമസ്താറിനൊരു സാധനമുണ്ട്. ഓല വിശ്വാസം ഖബറിന് ആരാധിക്കണം എന്നാണ്. ഒരു ഖബറുകൾക്ക് ആരാധന ചെയ്യുന്നവരാണ്. ഇതൊക്കെ കേട്ട് ഏതെങ്കിലും മുഖ്ലിസാളുടെ ആ ഖബറിന് ആരാധിക്കണമല്ലോ, ആരാധന അല്ലാഹ്ക്കല്ലേ പറ്റുള്ളൂ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ശരിയല്ല എന്നയക്ക് ഫത്ത് കൊടുത്താൽ അതിന് നമ്മൾ ഉത്തരവാദിയാണ്. ഈ എഴുതിയ വഹാബിയല്ലേ ഉത്തരവാദി എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് ഷാ തങ്ങളെ മേലിൽ പച്ചയായ നുണകൾ തെളിയിക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള വേവാത്ത നുണ എഴുതിയിട്ട് ലോക പണ്ഡിതന്മാരെ പറ്റിച്ചു. ഇവർ പറ്റിച്ച ഉലമാ നാളെ മഹ്ശറയിൽ കയ്യും കെട്ടി അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നുണകളുടെ കൂടാരം എഴുതി പിടിപ്പിച്ച് അന്നത്തെ പണ്ഡിതരെന്ന് പറയപ്പെടുന്നവരെ പറ്റിച്ച തെളിവ് അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല. ഞങ്ങളത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ്. അത്തരം ഫത്വണ്ടർ ഇങ്ങോട്ട് വന്നുവരുന്നു. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന നുണകളാണ്.